അറിവ് നേടുക. എന്തുകൊണ്ടെന്നാൽ അത് സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് എന്ന് ബൈബിൾ. ഭാഗവതത്തിൻ്റെ സന്ദേശം, അറിവ് ആരിലുണ്ടോ അവരെല്ലാം ശ്രേഷ്ഠന്മാർ. പരീക്ഷയ്ക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് സ്കൂളിലെ പരീക്ഷയ്ക്ക് ജയിക്കാനാണെങ്കിൽ അമ്പലത്തിൽ വന്ന് ഭാഗവതം കേൾക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണെന്നുള്ള ഒരു വലിയ സന്ദേശം ഈ പരീക്ഷക്കാലത്തു തന്നെ കുട്ടികൾക്ക് അറിയിച്ചു കൊടുത്താൽ അവർ തമ്മിൽ സ്പർദ്ധയില്ലാതെ സ്നേഹിച്ച് വളരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായി മാറണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ വന്ന് ഈ മഹത്തായ സന്ദേശത്തിൽ ആകൃഷ്ടരാവണം. നമസ്കാരം, ഞാൻ ഭവ്യ. ഞാനിപ്പോൾ ഉള്ളത് കാരുണ്യത്തിൻ്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന ഇളവൻകോണം ശ്രീ യക്ഷിയമ്മ ആൽത്ര ദേവീക്ഷേത്രത്തിലാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലെ ചായക്കുളത്താണ് ഉള്ളത്. ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത്. ഉത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ്. ഈ സപ്താഹ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത് ഭാഗവത ചൂടാമണി എന്നറിയപ്പെടുന്ന ശ്രീ പള്ളിക്കൽ സുനിൽജിയാണ്. ആദ്യം നമുക്ക് സപ്താഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം, അതിനുശേഷം മറ്റു വിശേഷങ്ങളിലേക്ക് വരാം. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിനായി ഉദിച്ചുയർന്ന വിജ്ഞാന സൂര്യനാണ് ശ്രീമദ് ഭാഗവതം. വ്യാസരചിതമായ 18 പുരാണങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ശ്രീമദ് ഭാഗവതം യജ്ഞരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് സർവശ്രേഷ്ഠമായ യാഗത്തിന് തുല്യമായി മാറുമെന്നാണ് ആചാര്യമതം. ഭാഗവതം ശ്രദ്ധയോടെ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ അതിവേഗം പ്രകാശിക്കും. ഭക്തിവിശ്വാസങ്ങളോടെ സമീപിക്കുന്ന ഏതൊരാളിലും ആഗ്രഹ അഭിലാഷങ്ങൾ സ്വായത്തമാക്കുന്നതിനുള്ള കൽപ്പവൃക്ഷമാണ് ഭാഗവതം. ഭാഗവത ഹംസം മള്ളിയൂർ തിരുമേനിയുടെ വത്സല ശിഷ്യൻ പള്ളിക്കൽ സുനിൽജിയാണ് ഇളവൻകോണം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ആചാര്യസ്ഥാനത്തുള്ളത്. ഇളവൻകോണം ക്ഷേത്രം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രമാണ്. കാരുണ്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന അപരനാമത്തിലാണ് ഈ ദേവസ്ഥാനം അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് പൂജാതി കാര്യങ്ങൾ നടത്തുന്നതിനപ്പുറം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ലക്ഷ്യമാണ് ക്ഷേത്ര ഭാരവാഹികൾക്കുള്ളത്. പഠന സഹായങ്ങളും ചികിത്സാ സഹായങ്ങളും ഭവന നിർമ്മാണ സഹായങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി വർഷങ്ങളായി ഇവർ ചെയ്തു വരുന്നു. ഈ ക്ഷേത്രം വക ഒരു കല്യാണ മണ്ഡപമുണ്ട്. ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിർധനരാണെന്ന ക്ഷേത്രത്തിന് ബോധ്യപ്പെട്ടാൽ അവരുടെ ആവശ്യങ്ങൾക്ക് മണ്ഡപം സൗജന്യമായി വിട്ടു നൽകും. ഈ മണ്ഡപത്തിലെ ആദ്യ വിവാഹം ഒരു സാധുവായ ക്രിസ്ത്യൻ പെൺകുട്ടിയുടേതായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതിനുശേഷം മാധ്യമങ്ങൾ ഈ ക്ഷേത്രത്തിന് നൽകിയ പേരാണ് കാരുണ്യത്തിൻ്റെ ശ്രീകോവിൽ. ഈ ക്ഷേത്രത്തിലെ ഭരണസമിതിയും മാതൃസമിതിയും സമൂഹ നന്മ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയം തന്നെയാണ്. യക്ഷിയമ്മയും ദേവിയും തുല്യശക്തികളായി ഭക്തർക്ക് രക്ഷകരായി വിരാജിക്കുന്ന ഇളവൻകോണത്ത് ദുരിത നിവാരണത്തിനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്തർ എത്തിച്ചേരുന്നു. ഈ ദേശത്തിനും ദേശവാസികൾക്കും ഭാഗവത ദർശനം പകർന്നു നൽകാനെത്തിയ ശ്രീ പള്ളിക്കൽ സുനിൽജിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, ഞാൻ പള്ളിക്കൽ സുനിൽ. ഭാഗവത സപ്താഹ യജ്ഞവുമായി തിരുവനന്തപുരം കാട്ടാക്കട ഇളവൻകോണം യക്ഷിയമ്മയുടെ തിരുമുറ്റത്ത് എൻ്റെ സുഹൃത്ത് രാജേഷ് പൂനുവിൻ്റെ ക്ഷണപ്രകാരം എത്തിച്ചേർന്നതാണ്. അറിവ് നേടുക. എന്തുകൊണ്ടെന്നാൽ അത് സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് എന്ന് ബൈബിൾ. ഭാഗവതത്തിൻ്റെ സന്ദേശം, അറിവ് ആരിലുണ്ടോ അവരെല്ലാം ശ്രേഷ്ഠന്മാർ. ഖുറാൻ്റെ സന്ദേശമോ, വണ്ട് ആരാമം തേടി അലഞ്ഞ് പറന്ന് പൂന്തോട്ടത്തിലിരുന്ന് മധു നുകരുന്നത് പോലെ മനുഷ്യൻ വളരണം എന്നാണ്. 3 മതങ്ങളുടെയും ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഒന്നാണ്. അതുകൊണ്ടാണ് ശ്രീ രാമകൃഷ്ണദേവൻ കുരിശും ചന്ദ്രക്കലയും ഓമും വെച്ച് പ്രാർത്ഥിച്ചത്. ശ്രീ നാരായണ ഗുരുദേവനും ആ ധർമ്മമാണ് ലോകത്തിന് അറിയിച്ചു കൊടുത്തത്. ശ്രീശങ്കരൻ്റെയും ചട്ടമ്പിസ്വാമിയുടെയും അമ്മ അമൃതാനന്ദമയി ദേവിയുടെയും ശ്രീരാമകൃഷ്ണ ദേവൻ്റെയും രവിശങ്കർജിയുടെയും ഒക്കെ സന്ദേശം എന്നും ഒന്ന് തന്നെയാണ്. ഗുരുക്കന്മാർ നാമം ജപിക്കാനും പ്രാർത്ഥിക്കാനും നല്ലവരുമായി ബന്ധപ്പെടുവാനും കഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് നേടാൻ നല്ലതുപോലെ ബുദ്ധിമുട്ടണം, അതുമാത്രമേ നിലനിൽക്കൂ എന്ന് നമുക്ക് പറഞ്ഞു തന്നതിന് എല്ലാ മതങ്ങളും ഒരു സന്ദേശമാണ് പകർന്നു കൊടുത്തത്. അതിന് ക്ഷേത്രത്തിലാകുമ്പോൾ ക്രൈസ്തവർ യേശുദേവ എന്ന് വിളിച്ചാലും മുസൽമാൻ അള്ളാ എന്ന് വിളിച്ചാലും
ഹിന്ദുക്കൾ ദേവി എന്ന് വിളിച്ചാലും ചെന്നെത്തുന്നത് ഒന്നിലാണെന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊരു ക്ഷേത്രത്തിൽ സിലബസ് മാറാത്ത ഭാഗവതമാകുന്ന പുസ്തകത്തിലൂടെ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് സ്കൂളിലെ പരീക്ഷയ്ക്ക് ജയിക്കാനാണെങ്കിൽ അമ്പലത്തിൽ വന്ന് ഭാഗവതം കേൾക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണെന്നുള്ള ഒരു വലിയ സന്ദേശം ഈ പരീക്ഷക്കാലത്തു തന്നെ കുട്ടികൾക്ക് അറിയിച്ചു കൊടുത്താൽ അവർ തമ്മിൽ സ്പർദ്ധയില്ലാതെ സ്നേഹിച്ച് വളരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായി മാറണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ വന്ന് ഈ മഹത്തായ സന്ദേശത്തിൽ ആകൃഷ്ടരാവണം. അവിടെ ജാതിയില്ല, അവിടെ വിദ്യാഭ്യാസമുള്ളവനെന്നോ ഇല്ലെന്നോ വ്യത്യാസമില്ല. അക്ഷരാഭ്യാസമില്ലാത്തവരായിരുന്നു നമ്മുടെ ഗുരുക്കന്മാർ. അവരുടെ പേരിൽ യൂണിവേഴ്സിറ്റികൾ പോലും ഉണ്ടായത് നമുക്ക് എന്നും മാതൃകയാണ്. അവിടെ വിജ്ഞാനത്തേക്കാൾ വിവേകവും സമ്പത്തിനേക്കാൾ സംസ്കാരവും ജ്ഞാനം എന്ന മഹത്തായ ദർശനം നേടുന്നതിന് ഒരിക്കലും ഒരു പുരുഷനെന്നോ സ്ത്രീയെന്നോ കുബേരനെന്നോ കുചേലനെന്നോ വ്യത്യാസമില്ലെന്നുമുള്ള സന്ദേശമാണ് ഭാഗവതത്തിലൂടെ നമുക്ക് അറിയിച്ചു കൊടുക്കാൻ കഴിയുന്നതെന്ന് തെളിയിക്കാൻ ഇളവൻകോണത്തെ ഈ മഹായജ്ഞത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന അനുഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത് കുട്ടികളുടെ മനസ്സിൽ പ്രവേശിക്കുമ്പോൾ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന തിയറി പ്രായോഗികമാവുന്നത് നമുക്ക് വീടുകളിൽ കാണാൻ സാധിക്കും. അമ്മയും അച്ഛനും ഗുരുവും ഒക്കെ കഴിഞ്ഞേ ഈശ്വരനുള്ളൂ എന്ന് തെളിയിച്ചവരാണ് നമ്മുടെ എല്ലാ ഈശ്വരന്മാരും. ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഐശ്വര്യമുള്ളവൻ എന്നാണ്. അപ്പോൾ ആ ഐശ്വര്യം വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതല്ല. പുണ്യം നേടാൻ, സമൃദ്ധി നേടാൻ, ഈശ്വര തുല്യമായി ജീവിക്കുവാൻ പരമശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഒരു കുടുംബത്തിൽ ജീവിച്ചതുപോലെ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും നമുക്ക് റോൾ മോഡലുകളായി കുടുംബജീവിതത്തിൻ്റെ അംബാസഡറുകളായി മാറിയതുപോലെ 7 ദിവസം ഒരുമിച്ച് രസം, രക്തം, അസ്ഥി, മജ്ജ, ശുക്ലം, മാംസം, മേധസ് എന്നീ സപ്തധാതുക്കൾ എല്ലാ സിരകളിലും ഒരേപോലെ ഒഴുകുവാൻ ഈ മഹത്തായ പാഠം പ്രയോജനമാകണമേ എന്ന് കാട്ടാക്കട ഇളവൻകോണത്ത് ഈ ഒരു സന്ദേശത്തിലൂടെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു മഹായജ്ഞമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ 25 വർഷക്കാലമായി പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ശ്രീ രാജേഷ് പൂനു. അദ്ദേഹത്തോട് ഈ ക്ഷേത്രത്തിന്റെ മറ്റു കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. കാരുണ്യത്തിൻ്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന ഇളവൻകോണം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്ര ഭരണസമിതിയുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തണമെന്ന്. അതിപ്പോഴാണ് യാഥാർത്ഥ്യമായത്. കേരളത്തിൽ ഏറെ ശ്രദ്ധേയനായ സപ്താഹ ചൂടാമണി എന്നറിയപ്പെടുന്ന ശ്രീ പള്ളിക്കൽ സുനിൽജിയുടെ നേതൃത്വത്തിലാണ് 7 ദിവസക്കാലം ഇളവൻകോണം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്രത്തിൽ സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരുണ്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന നാമധേയം ഞങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയതാണ്. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ കൊണ്ട് ഇളവൻകോണം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്രത്തിൽ നിർധനർക്ക് ജാതിമത ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു വിവാഹ മണ്ഡപമുണ്ട്. ഇതിൽ ആദ്യ വിവാഹം തന്നെ നടന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ഫാദറിൻ്റെ നേതൃത്വത്തിൽ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമാണ് ആ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധിയായിട്ടുള്ള ആൾക്കാർ ഇവിടെ വിവാഹങ്ങൾ നടത്താറുണ്ട്. അത് ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും നിർധനരാണെങ്കിൽ നമ്മൾ സൗജന്യമായി ആ ഹാള് നൽകുന്നു. ഇപ്പോൾ സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സപ്താഹം തന്നെ എത്രയോ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും ഇത് ദർശിക്കുവാനും കാണുവാനുമൊക്കെ ഇവിടെ എത്തിച്ചേരുന്നു. ഈ സപ്താഹത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും വരട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉത്സവ ആശംസകൾ. ഇളവൻകോണം ക്ഷേത്രത്തിലെ സപ്താഹ വിശേഷങ്ങൾ ഏവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അടുത്തൊരു ക്ഷേത്ര വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഭവ്യ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.